ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം BSc കെമിസ്ട്രിയുടെ PYQs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും PYQ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് പ്രെപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം കോംപ്ലിമെൻ്ററി കെമിസ്ട്രിയുടെ ആദ്യത്തെ മൊഡ്യൂളാണ് കൊളോയിഡൽ കെമിസ്ട്രി. സോ ഈ മൊഡ്യൂളിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ കാളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻസ് ആൻഡ് കൊളോയിഡൽ സൊല്യൂഷൻ. നമ്മളോട് കൊളോയിഡൽ സൊല്യൂഷൻ്റെയും ട്രൂ സൊല്യൂഷൻ്റെയും ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇത് 24-ൽ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി. സോ നമുക്കറിയാം ട്രൂ സൊല്യൂഷൻ എന്താണ്? അവിടെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അവിടെ എന്താണ്? 2 or more കോമ്പണൻസ് ഉണ്ടായിരിക്കും. അതായത് രണ്ടോ അതോ അതിലധികമോ സബ്സ്റ്റൻസ് ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു മിക്സ്ചർ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ട്രൂ സൊല്യൂഷൻ എന്ന് പറയാം. സോ അതിൽ ഇപ്പോൾ 2 കോമ്പണൻസ് മിക്സ് ചെയ്തിട്ടാണ് നമുക്കൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ ഫോം ചെയ്യുന്നത് വിചാരിച്ചാൽ അവിടെ ഹയർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹയർ ക്വാണ്ടിറ്റിയിലുള്ളത് നമ്മളതിനെ സോൾവെൻ്റ് എന്ന് പറയും. അതേപോലെ ലോവർ ക്വാണ്ടിറ്റിയിലുള്ളതിനെ നമ്മൾ സൊല്യൂട്ട് എന്നും പറയും. സോ അത് തന്നെയാണ് ട്രൂ സൊല്യൂഷൻ്റെ ആദ്യത്തെ ഫീച്ചർ. അവിടെ എന്താണ്? ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ ഫോം ചെയ്യും. അതിൽ തന്നെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് പറയും. അതുപോലെ സ്മോൾ പോർഷനിൽ ഉണ്ടാവുന്നതിനെ നമ്മൾ സൊല്യൂട്ട് എന്നും പറയും. സോ ഈ സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷനാണ് ഇവിടെ ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടുള്ള ട്രൂ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മളുടെ സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ ഈ ഡിസോൾവ് ചെയ്ത സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഐദർ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയൺ, ഈ 2 ഫോമാറ്റിലാണ് അല്ലെങ്കിൽ ഈ ഫോമിലാണ് അവിടെ സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുക. അതായത് സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾ സിമ്പിൾ മോളിക്യൂളായിട്ടോ അല്ലെങ്കിൽ അയോൺസ് ആയിട്ടോ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇനി അതിൻ്റെ സൈസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സൈസ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾ സൈസ് 0.1 നാനോമീറ്റർ ടു 1 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും നമ്മളുടെ ട്രൂ സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾ സൈസ് വരിക. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെ നമ്മളുടെ നമുക്ക് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻ കോമ്പിനേഷൻ വരാം. അതായത് നമുക്ക് ലിക്വിഡ് കോമ്പിനേഷൻ വരാം. അതായത് സൊല്യൂട്ട് ലിക്വിഡും സോൾവെൻറ്റും ലിക്വിഡ്, അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡ്, സോളിഡ് അല്ലെങ്കിൽ ഗ്യാസ് കോമ്പിനേഷനിൽ നമുക്ക് സൊല്യൂഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഇതിൻ്റെ എക്സാമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഷുഗറിൻ്റെ വാട്ടറിൽ ഉണ്ടാകുന്ന അക്വസ് സൊല്യൂഷൻ ഓഫ് ഷുഗർ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഒക്കെ നമ്മളുടെ ട്രൂ സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ്. സോ എക്സാമ്പിൾസ് ആയിട്ട് ഷുഗർ, സോൾട്ട്, എത്തനോൾ, വിനെഗർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ, അതുപോലെ മെറ്റൽ അലോയ്സ് ഒക്കെ നമ്മളുടെ ട്രൂ സൊല്യൂഷനായിട്ട് നമുക്ക് പറയാം. അതിന് കാരണം എന്താ? അവർ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ആഫ്റ്റർ റിയാക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ കോമ്പിനേഷൻ നമുക്കൊരു ട്രൂ സൊല്യൂഷനിൽ ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് അവർ രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണിത് ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ് 0.1 to 1 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ ഉണ്ടാവുക. ഇനി നമുക്ക് കൊളോയിഡൽ സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും വരിക നോക്കാം. കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളോയിഡ്സിൽ തന്നെ ടൈനി പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതും നമ്മളുടെ ടൈനി പാർട്ടിക്കിൾ ഒരു ലാർജ് മീഡിയത്തിലേക്ക് ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൊളോയിഡ് സൊല്യൂഷനിലേക്ക് ഡിസ്പേഴ്സ് ചെയ്തു എന്ന് പറയും. അതായത് ടൈനി പാർട്ടിക്കിളിനെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നും, അതുപോലെ എവിടെയാണോ ഡിസ്പേർഷൻ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ ലാർജ് ക്വാണ്ടിറ്റിയിലുള്ളതിനെ നമ്മൾ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയും. അതുപോലെ നമ്മുടെ കൊളോയിഡൽ സിസ്റ്റത്തിലും തന്നെ 2 കമ്പോണൻ്റ് ഉണ്ട്. 2 കമ്പോണൻറ്റിൽ ഒരു കമ്പോണൻറ്റിൻ്റെ പേര് ഡിസ്പേർഷൻ മീഡിയമാണ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൂ സൊല്യൂഷനിൽ സോൾവെൻറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കൊളോയിഡൽ സിസ്റ്റത്തിലുള്ള ഫേസ് ആണ്. അവിടെ എന്താണ്? ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മുടെ ഡിസ്പേർഷൻ മീഡിയം ഉണ്ടാവുക. ഡിസ്പേർഷൻ മീഡിയത്തിനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ഫേസ് എന്ന് പറയും. ഈ കണ്ടിന്യൂസ് ഫേസിലാണ് നമ്മളെ ടൈനി പാർട്ടിക്കിൾ ഡിസ്പേഴ്സ്ഡ് ആയി നിൽക്കുന്നത്. സോ ഈ ടൈനി പാർട്ടിക്കിളിനെ നമ്മൾ ഡിസ്പേർഷൻ ഫേസ് എന്ന് പറയും. ഡിസ്പേഴ്സ്ഡ് ഫേസിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ഫേസ് എന്നും പറയും. ഓക്കെ, അതായത് കൊളോയിഡൽ സിസ്റ്റത്തിൽ ഡിസ്പേർഷൻ മീഡിയം ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന ഫേസിനെ അല്ലെങ്കിൽ മീഡിയത്തിനെയാണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. ആ ഡിസ്പേർഷൻ മീഡിയത്തിലേക്കാണ് നമ്മുടെ ടൈനി പാർട്ടിക്കിൾ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്നത്. സോ ഈ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ടൈനി പാർട്ടിക്കിളിനെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ഫേസ് എന്നും പറയും. സോ ഈ 2 കമ്പോണൻസ് ആണ് നമ്മളെ കൊളോയിഡൽ സ്റ്റേറ്റിലുള്ളത്. ഓക്കെ, അതിൽ തന്നെ
ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ഇൻട്രാക്ഷനെ ബേസ് ചെയ്ത് നമുക്ക് കൊളോയിഡ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ലയോഫിലിക് കൊളോയിഡ്സ് എന്നും ലയോഫോബിക് കൊളോയിഡ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മളുടെ പിന്നെ ഇതിൽ പറയുന്നത് ലാർജർ ക്വാണ്ടിറ്റിയിലുള്ളത് ഡിസ്പേർഷൻ മീഡിയം ആണ്, സ്മോളർ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. അതാണ് നമ്മുടെ ട്രൂ സൊല്യൂഷനിലും കൊളോയിഡ് സൊല്യൂഷൻ തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഇനി ഇതിൽ പാർട്ടിക്കിൾ സൈസ് എത്രയായിരിക്കും എന്നാണ് പിന്നെ പറയാനുണ്ടാവുക. സോ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്? 1 നാനോമീറ്റർ ടു 200 നാനോമീറ്റർ റേഞ്ച് വരെയാണ് നമ്മുടെ കൊളോയിഡലിൻ്റെ പാർട്ടിക്കിൾ റേഞ്ച് വരുന്നത്. സോ നമ്മുടെ ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ 0.1 നാനോമീറ്റർ ടു 1 നാനോമീറ്റർ റേഞ്ചാണ്. സോ അതിന് ഹയർ ആയിട്ടുള്ള റേഞ്ച് നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ റേഞ്ച് ആണെന്ന് പറയും. സോ ഇത്രയാണ് നമ്മളുടെ ട്രൂ സൊല്യൂഷൻ്റെയും കൊളോയിഡൽ സൊല്യൂഷൻ്റെയും കമ്പാരിസൺ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത്രയും ഡിസ്ക്രിപ്ഷനായിട്ട് നിങ്ങൾ എഴുതിയാൽ മതിയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? വാട്ട് ആർ ലയോഫിലിക് കൊളോയിഡ്സ്? ഗിവ് ആൻ എക്സാമ്പിൾ. നമ്മളോട് ഇവിടെ ലയോഫിലിക് കൊളോയിഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അതിന് എക്സാമ്പിൾ 2 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ലയോഫിലിക് കൊളോയിഡ്സ്. സോ ഇവിടെ നമുക്ക് കൊളോയിഡ്സിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലയോഫിലിക് കൊളോയിഡ്സ് എന്നും ലയോഫോബിക് കൊളോയിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതതിൻ്റെ ബേസ് എന്താണ്? അവിടുത്തെ പാർട്ടിക്കിളും നമ്മൾ ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിലാണ്. സോ ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതായത് അവിടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ ലയോഫോബിക് കൊളോയിഡ്സ് എന്തായിരിക്കും? അവരുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള റിപ്പൾഷൻ ആയിരിക്കും അവിടെ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അവിടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും നമ്മുടെ ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ കേസിൽ ഉണ്ടാവാം. അതിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ലയോഫിലിക്കിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അതിൽ ആദ്യം പറയേണ്ടത് എന്താണ്? അവിടെ നമ്മളുടെ പാർട്ടിക്കിളിൻ്റെ സൈസാണ്. ഇവിടെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ തന്നെ നമ്മളുടെ കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു പാർട്ടിക്കിളിന് അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ തന്നെ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ റേഞ്ച് ആയിരിക്കും, അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്നില്ല. സോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളും നമ്മളെ ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് അവിടുത്തെ മേജർ ആയിട്ടുള്ള പോയിന്റ്. സോ അതെന്താണ്? കൊളോയിഡ് സിസ്റ്റം ഡിസ്പേഴ്സ്ഡ് ഫേസ് എക്സിസ്റ്റ് ഇൻ സിംഗിൾ മോളിക്യൂൾ ഇൻസ്റ്റെഡ് ഓഫ് അഗ്രിഗേഷൻ. അതുപോലെ ഇവിടെ കൊളോയിഡ് ഫോം ചെയ്യാനുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഈസിയാണ്. അതായത് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ മെക്കാനിക്കൽ ഷേക്കിംഗ് വഴി തന്നെ അവർ കൊളോയിഡൽ ഫോമിലേക്ക് കൺവേർട്ട് ആവും. നോർമൽ ഷേക്ക് വഴി തന്നെ അതിൻ്റെ ഡിസ്പേർഷൻ ഫോം ചെയ്യും. സോ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ആവും. നമുക്കൊരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഫേർദർ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല ലയോഫിലിക് കൊളോയിഡിൻ്റെ കേസിൽ. ഇനി അടുത്തത് എന്താണ്? ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് സ്ട്രോങ്ങർ ആയതുകൊണ്ട് അവർ ഈസി ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ആവുന്നില്ല. ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ കേസ് അവർ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് നമ്മുടെ ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും തമ്മിൽ. സോ ആ ഇൻട്രാക്ഷൻ ഉള്ളത് കൊണ്ട് എന്താണ്? നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളും ആ ഇൻട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അത് ഈസി ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നില്ല. അതും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. പിന്നെ വരുന്നത് എന്താണ്? ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ തന്നെയാണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ സ്ട്രോങ് ഇൻട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സ്റ്റേബിൾ കൊളോയിഡായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കൊളോയിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടി, അല്ലെങ്കിൽ കൊളോയിഡൽ ഡിസ്പേർഷൻ കിട്ടി. ഈ കൊളോയിഡൽ ഡിസ്പേർഷനിൽ നിന്ന് നമുക്ക് പാർട്ടിക്കിളിനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്താ? അത് നമ്മളുടെ ഡിസ്പേർഷൻ മീഡിയത്തിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളോയിഡൽ ആയിട്ടുള്ള ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിനെ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവരുടെ സെപ്പറേഷൻ മെത്തേഡും ഈസിയാണ്. നമ്മുടെ കൊളോയിഡിലുള്ള ഡിസ്പേർഷൻ മീഡിയത്തിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ കൊളോയിഡൽ പ്രോപ്പർട്ടി റീജനറേറ്റ് ചെയ്യണമെങ്കിലോ അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം ആഡ് ചെയ്തിട്ട് ഷേക്ക് ചെയ്താൽ നമ്മുടെ കൊളോയിഡൽ പ്രോപ്പർട്ടി, അതായത് കൊളോയിഡൽ സ്റ്റേറ്റിലേക്ക് അതിനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡും റീജനറേഷൻ മെത്തേഡും ഈസിയറാണ്. ഓക്കെ, പിന്നെ വരുന്നത് അതിൻ്റെ എക്സാമ്പിളാണ് കൊളോയിഡൽ, അതായത് ലയോഫിലിക് കൊളോയിഡിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രോട്ടീൻസ് ഓർ സ്റ്റാർച്ച് ഇൻ വാട്ടർ, അതുപോലെ സെല്ലുലോസ് അസറ്റേറ്റ് ഓർ സെല്ലുലോസ് നൈട്രേറ്റ് ഇൻ അസറ്റോൺ, പോളിമർ ഡിസ്പേർഷൻ ഇൻ സ്യൂട്ടബിൾ ഓർഗാനിക് സോൾവെൻറ്റ്. സോ ഇത്രയാണ് അതിൻ്റെ ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ എക്സാമ്പിൾ. ക്ലിയർ ആണല്ലോ? സോ നമ്മുടെ സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ തന്നെയാണ് ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ മെയിൻ ഫീച്ചർ. അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടിക്കിൾ സൈസും ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ തന്നെ അവിടെ കൊളോയിഡലിൻ്റെ പാർട്ടിക്കിൾ റേഞ്ചാണ്. അതായത് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ റേഞ്ചിലാണ് അതിൻ്റെ കൊളോയിഡൽ
പാർട്ടിക്കിൾ സൈസ് തന്നെ വരുന്നത്. അതുകൊണ്ട് അവർക്ക് അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യാതെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളായിട്ട് തന്നെ നമ്മുടെ കൊളോയിഡൽ ഡിസ്പേർഷനിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ കൊളോയിഡൽ ഡിസ്പേർഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള കൊളോയിഡാണ്. അതുപോലെ അവരുടെ ഈ ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ കാരണം അവർ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളും ഓവർകം ചെയ്ത് സ്റ്റേബിൾ കൊളോയിഡ്സ് ഫോം ചെയ്യും. സോ ഇത്രയാണ് നമ്മളുടെ ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ആൻസറിൽ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ്. നമ്മുടെ സോപ്പ് വെച്ചിട്ടുള്ള ക്ലീനിങ് ആക്ഷനിൽ വരുന്ന നമ്മളുടെ ഫിസിക്കൽ ഫിനോമിനൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ അത് നോക്കാം. എന്താണ് സോപ്പ് എന്ന് നോക്കാം. ആദ്യം സോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. അതിൽ സോഡിയം സാൾട്ട് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയാം. സോ നമുക്ക് ആദ്യം ലോങ് ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാർബൺ ചെയിൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ കാർബൺ ചെയിൻ ഉണ്ട്. പിന്നെ എന്താണ്? ആസിഡാണ്, ആസിഡ് ഗ്രൂപ്പാണ്. അതുപോലെ ഇവിടെ CO- ഉണ്ടായിരിക്കും. സോഡിയം സാൾട്ട് എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ ഇത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡാണ്. സോ അവിടെ എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് Na+ വരും. അതായത് O- ആൻഡ് Na. സോ ഇങ്ങനൊരു സ്ട്രക്ചറിൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയാം. സോ സോപ്പിൻ്റെ കേസിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പോളാർ എൻഡ് ഉണ്ട്, അതുപോലെ നോൺ പോളാർ എൻഡും ഉണ്ട്. സോ ഇവിടുത്തെ ഈ നമ്മളുടെ ഈ കാർബൺ ചെയിനുകളുണ്ടല്ലോ, അത് നോൺ പോളാർ എൻഡാണ്. അതുപോലെ ഇവിടുത്തെ ആസിഡിൻ്റെ എൻഡ് ഉണ്ടല്ലോ, അത് പോളാർ എൻഡും ആയിരിക്കും. സോ ഇത് പോളാർ എൻഡാണ്, ഇത് നോൺ പോളാറാണ്. ഓക്കെ, സോ ഈ പോളാർ എൻഡ് പോളാറായിട്ടുള്ള സബ്സ്റ്റൻസുമായിട്ടായിരിക്കും ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ നോൺ പോളാറായിട്ടുള്ള എൻഡ് നോൺ പോളാറായിട്ടുള്ള ഈ സബ്സ്റ്റൻസുമായിട്ടായിരിക്കും ഇൻട്രാക്ഷൻ വരിക. സോ ഇതാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നത്. നമുക്ക് സോപ്പ് വെച്ചിട്ട് നമ്മൾ ഡേർട്ടായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണല്ലോ സോപ്പ് യൂസ് ചെയ്തിട്ട്. നോർമൽ വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേർട്ട് സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യാൻ കഴിയാറില്ല. സോ അവിടെയാണ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഡേർട്ട് പാർട്ടിക്കിൾസ് ഈസി ആയിട്ട് റിമൂവ് ആവുന്നത്? അതാണ് നമ്മൾ ഇവിടുത്തെ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സോപ്പിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. അവിടെ പോളാർ എൻഡും ഉണ്ട്, നോൺ പോളാർ എൻഡും ഉണ്ട്. ഓക്കെ, സോ അവിടെ തന്നെ പിന്നെ അതെന്താണ്, ഇതിനെ തന്നെ നമ്മളൊരു സർഫാക്റ്റൻസ് ആയിട്ട് പറയാറുണ്ട്. സർഫാക്റ്റൻസ് ആയിട്ടാണ് സോപ്പിനെയും ഡിറ്റർജൻറ്റിനെയും പറയാറുള്ളത്. സോ അവിടെ നമ്മൾ ക്ലെൻസിങ് ആക്ഷൻ്റെ സമയത്ത് പറയുമ്പോൾ അവിടെ സോപ്പിൻ്റെ മോളിക്യൂൾസ് നമ്മുടെ വാട്ടറിലേക്ക് ആഡ് ചെയ്തു. സോ അവിടെ ഓൾറെഡി നമ്മുടെ സബ്സ്റ്റൻസിൽ എന്തുണ്ട്? അവിടെ ഡേർട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അത് ഓയിലായിട്ടോ ഗ്രീസായിട്ടോ അങ്ങനത്തെ എന്ത് ഡേർട്ട് പാർട്ടിക്കിളും ഉണ്ട്. സോ ആ ഡേർട്ട് പാർട്ടിക്കിളും, അല്ലെങ്കിൽ നമുക്ക് ഓയിൽ എന്ന് ജനറലി പറയാം, ഓയിലും വാട്ടറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അവിടെ ഒരു ഇൻ്റർഫേസ് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മൾ സബ്സ്റ്റൻസ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഓയിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ട ഡേർട്ട്. ഇവിടെ അതിന് ചുറ്റും എന്താണ്? വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഇവർ തമ്മിലുള്ളൊരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മളെ സോപ്പിൻ്റെ പാർട്ടിക്കിൾ വരിക. സോ ഈ സോപ്പിൻ്റെ പാർട്ടിക്കിൾ ഈ ഒരു ഇൻ്റർഫേസ് ലൊക്കേറ്റ് ചെയ്യും, ഇങ്ങനെ നിൽക്കും. സോ ഈ സോപ്പിൻ്റെ പോളാർ ആയിട്ടുള്ള എൻഡ് വാട്ടർ ആയിട്ടായിരിക്കും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പോളാർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നമ്മളെ വാട്ടർ ഓൾറെഡി പോളാർ ആയിട്ടുള്ള മോളിക്യൂളാണ്. സോ ആ പോളാർ മോളിക്യൂളായിട്ടായിരിക്കും നമ്മളുടെ ഈ പോളാർ എൻഡ് ഓഫ് സോപ്പ് ഇൻട്രാക്ഷൻ വരിക. അതിന് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഈ പോളാർ നോൺ പോളാർ എന്ന് പറയുന്നതിന് പകരം ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് എന്ന് പറയും. സോ ഇവിടെ പോളാർ എൻഡ് എപ്പോഴും എന്തായിരിക്കും? ഹൈഡ്രോഫിലിക് ആയിരിക്കും. ഓക്കെ, അതുപോലെ നോൺ പോളാർ എൻഡ് ഹൈഡ്രോഫോബിക് ആയിരിക്കും. ഓക്കെ, അതായത് ഈ നോൺ പോളാർ എൻഡ് നമ്മളുടെ വാട്ടറായിട്ട് ഇൻട്രാക്ഷൻ വരില്ല, ഈ പോളാർ എൻഡ് ആയിരിക്കും വാട്ടറായിട്ട് ഇൻട്രാക്ഷൻ വരിക. സോ ഇവിടുത്തെ കേസിൽ ഇത് ഓയിലാണെങ്കിൽ ഓയിലായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന ഏതായിരിക്കും? ഹൈഡ്രോഫോബിക് എൻഡ് ആയിരിക്കും. ഇവിടെ എന്താണ്? വാട്ടറാണുള്ളത്, വാട്ടർ മോളിക്യൂളാണുള്ളത്. സോ ഈ സൈഡിലെ എൻഡ് എന്തായിരിക്കും? ഹൈഡ്രോഫിലിക് എൻഡ് ആയിരിക്കും. സോ നമ്മളുടെ ഈ സോപ്പ് മോളിക്യൂൾ നമ്മളുടെ വാട്ടർ മോളിക്യൂളും ഓയിലും തമ്മിലുള്ള ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ഇവിടെ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻ്റർഫേസ്, ഈ ഇൻ്റർഫേസിൽ നമ്മളെ സോപ്പ് മോളിക്യൂൾസ് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യും. അതായത് അതിൻ്റെ ഹൈഡ്രോഫോബിക് എൻഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴി ആ ഇൻ്റർഫേസിൽ ലൊക്കേറ്റ് ചെയ്യും.
സോ ആ സമയത്ത് എന്താണ് അവിടെ ഉണ്ടാകുന്ന ഇൻ്റർഫേഷ്യൽ ടെൻഷൻ ഉണ്ടല്ലോ, ആ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ അത് റെഡ്യൂസ് ചെയ്യും. അതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതായത് നമ്മുടെ സോപ്പ് മോളിക്യൂൾ അവർ തമ്മിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ റെഡ്യൂസ് ചെയ്യും. അതുപോലെ പിന്നെയുള്ളൊരു ഫീച്ചറാണ് ഇവർ നോർമലായിട്ട് നമുക്ക് ഒരുപാട് സോപ്പ് മോളിക്യൂൾസ് നമ്മുടെ സൊല്യൂഷനിൽ ഉണ്ടാവും. ആ സോപ്പ് മോളിക്യൂൾസൊക്കെ ഒരു മിസെല്ലെ ഫോം ചെയ്യും. അതായത് നമ്മുടെ ഡേർട്ട് പാർട്ടിക്കിളിൻ്റെ ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ സർഫാക്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡിറ്റർജൻറ്റ് സോപ്പ് മോളിക്യൂൾസ് ഒക്കെ ഒരു ഷീൽഡ് പോലെ നമ്മുടെ ഓയിലിന് ചുറ്റും അല്ലെങ്കിൽ ഡേർട്ട് പാർട്ടിക്കിളിന് ചുറ്റും ഒരു മിസെല്ലെ ഫോം ചെയ്യും. മിസെല്ലെ എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിഗേറ്റ് ആണ്, നമ്മുടെ സർഫാക്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ സോപ്പ് മോളിക്യൂൾസിൻ്റെ ഒരു അഗ്രിഗേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ എന്താണ്, ആ മിസെല്ലെ ഫോമേഷൻ വഴി നമ്മുടെ ഡേർട്ട് പാർട്ടിക്കിളിനെ കംപ്ലീറ്റ്ലി അതൊരു ഐസൊലേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ അവിടുത്തെ ഇൻ്റർഫേഷ്യൽ ടെൻഷനും കുറയും, അതായത് സർഫസ് ടെൻഷൻ കുറയും. സോ അതിന് കംപ്ലീറ്റ്ലായിട്ട് ആ സോപ്പ് മോളിക്യൂൾസിനെ ഡേർട്ട് പാർട്ടിക്കിളിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ഇവിടുത്തെ കേസ് നോക്കൂ, ആദ്യം നമ്മുടെ സർഫാക്റ്റൻസ് സൊല്യൂഷനിൽ ഇങ്ങനെ കിടക്കുകയാണ് ആണല്ലോ. സോ സർഫാക്റ്റൻസ് സൊല്യൂഷനിൽ കിടക്കുകയാണ്. ഇതാണ് നമ്മൾ ഡേർട്ട് പാർട്ടിക്കിൾ. സോ ഈ ഡേർട്ട് പാർട്ടിക്കിളിന് ചുറ്റും നമ്മൾ സർഫാക്റ്റൻസ് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യും. അവരുടെ ഹൈഡ്രോഫിലിക് എൻഡ് പുറത്തായിരിക്കും ഉണ്ടാവുക. ഹൈഡ്രോഫോബിക് എൻഡും ഓയിൽ പാർട്ടിക്കിളും തമ്മിൽ ഇൻട്രാക്ഷൻ വരും. ഓക്കെ, സോ ഈ ഹൈഡ്രോഫിലിക് എൻഡ് നമ്മുടെ സൊല്യൂഷനിൽ വാട്ടർ മോളിക്യൂളായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഹൈഡ്രോഫോബിക് എൻഡും ഓയിലും തമ്മിൽ ഇൻട്രാക്ഷൻ വരും. സോ അങ്ങനെ ഒരു ബിലോ ഒരു സെർട്ടൻ കോൺസെൻട്രേഷനിൽ ഇവർ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അറ്റ് പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഇവിടെ മിസെല്ലെ ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിനെ ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ എന്ന് പറയും. അവർ പെർട്ടിക്കുലർ കോൺസെൻട്രേഷന് അപ്പുറം മാത്രമേ അവർ മിസെല്ലേസ് ഫോം ചെയ്യുന്നുള്ളൂ. സോ ആ കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർ എല്ലാതും ഒരു ഗ്ലോബുലർ സ്ട്രക്ചർ ഫോം ചെയ്യും. നമ്മുടെ സർഫാക്റ്റൻസ് ഒരു സ്പെറിക്കൽ അല്ലെങ്കിൽ ഗ്ലോബുലർ സ്ട്രക്ചർ ഈ ഡേർട്ട് പാർട്ടിക്കിളിന് ചുറ്റും ഫോം ചെയ്യും. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അവരുടെ ഡിസ്പേർഷൻ, അതിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കും. അതായത് നമ്മൾ ഇത് ഡേർട്ട് പാർട്ടിക്കിളും ഇത് നമ്മളുടെ വാട്ടറിൻ്റെ സർഫസും അല്ലേ. സോ ഈ വാട്ടർ സർഫസും ഡേർട്ട് പാർട്ടിക്കിളും തമ്മിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ ഈ മിസെല്ലെ ഫോമേഷൻ വഴി കുറയും. സോ അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഈ മിസെല്ലെ ഫോം ചെയ്തതിന് നമ്മുടെ ഡേർട്ട് പാർട്ടിക്കിൾസിന് ഈസി ആയിട്ട് ആ ഒരു നമ്മുടെ സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് മെറ്റീരിയലിൽ നിന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളുടെ സോപ്പ് പാർട്ടിക്കിൾസ് നമ്മളുടെ ഡേർട്ട് പാർട്ടിക്കിൾസിനെ നമ്മുടെ ക്ലോത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്, സോപ്പിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. അവിടെ ആദ്യം അതിനൊരു ഹൈഡ്രോഫിലിക് എൻഡും ഹൈഡ്രോഫോബിക് എൻഡും ഉണ്ട്, അല്ലെങ്കിൽ പോളാർ എൻഡും നോൺ പോളാർ എൻഡും ഉണ്ട്. സോ പോളാർ എൻഡ് വഴി വാട്ടറായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ നോൺ പോളാർ എൻഡ് ആയിട്ട് നമ്മുടെ ഡേർട്ട് പാർട്ടിക്കിളിലുള്ള ഓയിൽ, ഗ്രീസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. സോ ഈ ഇൻട്രാക്ഷൻ വഴി അവരുടെ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മിസെല്ലെ ഫോമേഷനും ഉണ്ട് അവിടെ നടക്കുന്നുണ്ട്. സോ ഈ മിസെല്ലെ ഫോമേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഡേർട്ട് പാർട്ടിക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സൊല്യൂഷനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് അവിടെ നടക്കുന്ന ഫിസിക്കൽ ഫിനോമിനൻസ്. ക്ലിയർ ആണല്ലോ.